ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ഗോ ഫോർ. ഇന്നിതാ ഞങ്ങൾ 4 പേരും കൂടെ ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈവനിങ് എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് നന്ദിതയുടെ വീട്ടിലൊരു സ്ലീപ്പ് ഓവർ. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ആദ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവളാണ് ഞങ്ങളെ കൂട്ടത്തിൽ കുറച്ച് ദൂരത്തായിട്ട് ജോലി ചെയ്യുന്ന ആള്. ചോമ്പാല CSI കോളേജിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. സോ അവൾ ബസ് ഇറങ്ങിയപ്പോൾ ദൃശ്യ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. എല്ലാവരും എത്തിയതിന് ശേഷം ഞങ്ങളൊന്ന് ഫ്രഷായി പിന്നെ അതാ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പണികളുണ്ട്. യൂട്യൂബിനായിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഈ ഒരു മീറ്റപ്പിൻ്റെ പ്രധാന ഉദ്ദേശം. നന്ദിതയുടെ മാമൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു എസ്തെറ്റിക് കൈൻഡ് ഓഫ് സ്പോട്ടുകൾ കിട്ടാൻ ചാൻസ് ഉള്ളൊരു വീടാണ്. അപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിന് വീഡിയോസ് എടുക്കുക എന്ന് പറയുമ്പോൾ രണ്ടാമതൊരു ഓപ്ഷൻ ഞങ്ങൾ ചിന്തിച്ചില്ല. അവിടേക്ക് പോകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ. പെട്ടെന്ന് ഫുഡ് കഴിച്ച് എണീറ്റ് പോകാം എന്നൊക്കെയായിരുന്നു ഇരിക്കുമ്പോൾ ഉള്ള ഞങ്ങളെ പ്ലാന്. പക്ഷേ ഇരുന്നതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എണീറ്റത്. സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ടോപ്പിക്സിന് ഒരു പഞ്ഞവും ഇല്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നന്ദിതയുടെ അമ്മയും ഞങ്ങളൊപ്പം ജോയിൻ ചെയ്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നന്ദിതയുടെ അമ്മ. നല്ല രസമാണ് സംസാരം കേൾക്കാനായിട്ട്. കയറി വന്ന ഉടനെ അമ്മ ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ കോളേജിൽ നിന്ന് വരുന്ന ദൃശ്യം ഓർമ്മിക്കാതെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ ഏകദേശം കഴിച്ച് കഴിയാനായിട്ടും ഞങ്ങളുടെ സംസാരം ഇതുവരെ നിന്നിട്ടില്ല. ഓരോ ടോപ്പിക്കുകൾ എവിടെന്നാ വരുന്നത് എന്നറിയില്ല. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും കാര്യം എടുത്തിട്ടാൽ മതി, ബാക്കി 3 പേരും അത് ഏറ്റുപിടിച്ചോളും. നന്ദിത അവളുടെ സ്കൂൾ ടൈമിൽ ലൈറ്റ് മ്യൂസിക്കിന് ജില്ലാ കലോത്സവത്തിൽ പോയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകളായിരുന്നു അവൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പയ്യെ ഡിസ്കഷൻ പിന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിലേക്കായി. ജെൻസി കിഡ്സ് ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ഉള്ള കുറച്ച് ബിഹേവിയറൽ പാറ്റേൺസും അവരുടെ അറ്റൻഷൻ സ്പാനിലുള്ള കുറയലും അതുമൂലം ടീച്ചേഴ്സിന് ഉണ്ടാവുന്ന ചാലഞ്ചസും ഇതൊക്കെയായിരുന്നു ഞങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ഡിസ്കഷൻസ് അവസാനിപ്പിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി നന്ദിതയുടെ മാമൻ്റെ വീട്ടിൽ പോയിട്ട് വീഡിയോസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻട്രോ വീഡിയോ ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഓൾറെഡി ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലുമൊക്കെ വീഡിയോസ് പിറ്റേ ദിവസം രാവിലെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉറങ്ങാൻ വേണ്ടി കിടന്നു എന്ന് പറയാൻ പറ്റില്ല. അതും കഴിഞ്ഞൊരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവുക. അത്രയും കാര്യങ്ങളാണ് പിന്നെ സംസാരിച്ചത്. അതിനിടയ്ക്കും അവളുടെ വുഡ് ബി ആയിട്ട് വീഡിയോ കോളിങ്ങിലാണേ. സംസാരിച്ച് ഏകദേശം പുലർച്ചെ 2 മണിക്കോ 3 മണിക്കോ എങ്ങാണ്ടാണ് ഞങ്ങൾ ഉറങ്ങിയത്. പക്ഷേ അധികം ലേറ്റ് ആവാതെ മോർണിംഗിൽ എണീറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്രഷൻ അപ്പായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ബീച്ചിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഹായ് ഗൈസ്, സോ നമ്മളെ നന്ദുവിൻ്റെ വീട്ടിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു ബീച്ച് ഉണ്ട്. നമ്മളത് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
നമ്മളിത് ഒരു 10 മിനിറ്റ് നടന്നതേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോഴത്തേക്ക് ഇതാ ബീച്ച് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്താലോ? ബൈ ബൈ പറയാൻ പോവാണ്. വീട്ടിലെത്തിയതിന് ശേഷം ചെറിയൊരു ഹൂ നോസ് ഹൂം ബെറ്റർ സെഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷെ ട്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത് പല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല. സോ അതൊരു ഫ്ലോപ്പ് സെഷൻ ആയിരുന്നു. പിന്നീട് പ്ലാൻ ചെയ്തിട്ട് ഒന്നും കൂടെ എടുക്കാന്നുള്ളൊരു ഇതിൽ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു. ഹായ് ഗൈസ്, സോ ഞങ്ങൾ ഈ ഒരു മീറ്റപ്പ്, ഈ ഒരു സ്ലീപ്പ് ഓവർ ഞങ്ങൾ ഏകദേശം അവസാനിപ്പിക്കാൻ പോവാണ്. ഞങ്ങൾ ഇന്നലെ ഒരു 6 o'clock 7 o'clock ആയപ്പോഴേക്കാണ് എല്ലാവരും ജോയിൻ ചെയ്തത്. എല്ലാവർക്കും ഇന്നലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാത്രമായിരുന്നു ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മളത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതെ, മാക്സിമം ഞങ്ങൾ കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. സോ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ നോർമലി മീറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ടോക്കിംഗ് സെഷനും കാര്യങ്ങളോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഏകദേശം കുറച്ച് പേർക്ക് കോളേജിലൊക്കെ പോകാനുണ്ട്, ജോലിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ അവസാനിപ്പിക്കുകയാണ്.